ബാക്ക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഗുരുവായൂരിൽ എങ്ങനെയാണ് ഓണാഘോഷം ഉണ്ടാകുക? ഗുരുവായൂർ എല്ലാ ദിവസവും ആഘോഷമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ കുടുംബം മിസ്സാവുന്നില്ലേ? അല്ല, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് എന്നെ ഗുരുവായൂരപ്പൻ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ വലിയ ഭക്തയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. എന്നാത്മാവിൻ പാലാഴി കടഞ്ഞൊരിയാമൃതിനാൽ പൊന്നുണ്ണിക്കണ്ണനിന്നമൃതേ. നമസ്കാരം. അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിന് ഇത്തവണ ആരെ അതിഥിയായി കൊണ്ടുവരും എന്ന ചോദ്യം ഉണ്ടായിരുന്നു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ രണ്ട് അതിഥികളെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ മുൻമേൽശാന്തി ഡോക്ടർ കിരൺ ആനന്ദും ഗുരുവായൂരപ്പന്റെ കഥകളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവരായി മാറിയ ശ്രീ വ്യാസൻ. നമസ്തേ. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. അവിചാരിതമായിട്ടാണ് രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുവായൂരിലെ ഓണം ആ കഥയിലൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വളരെ ഗുരുവായൂരിൽ എങ്ങനെയാണ് ഓണാഘോഷം ഉണ്ടാകുക? ആദ്യം ഗുരുവായൂർ എല്ലാ ദിവസവും ആഘോഷമാണല്ലോ. ഓണം എന്ന് പറഞ്ഞാൽ ആ ഒരു സദ്യയുടെ ആ ഒരു സന്തോഷം. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ആ ഒരു സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലും ഗുരുവായൂർ പരിസരത്ത് എത്തിപ്പെടാനും കുട്ടികാരെ കാണാനും അമ്പലത്തിൽ ഇപ്പോഴും പോകാനുമുള്ള ആ ഒരു ത്വരയായിരുന്നു ഇപ്പോഴും മനസ്സിൽ. അപ്പം അതേപോലെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പൂക്കളിടുമ്പോൾ നടക്കലിടുമല്ലോ, അപ്പോൾ പോയി നിൽക്കുക, അത് എന്തൊക്കെയാണ് ഓരോ ദിവസത്തെയും എന്തൊക്കെയാണ് അത് എന്നുള്ളത്. കാരണം അന്നൊക്കെ നമുക്ക് അവിടെ പോയി നിന്നാലേ ഇത് കാണാനുള്ളൊരു ഇതുള്ളൂ. ഇപ്പൊ പിന്നെ നമുക്ക് സാധ്യമാണ് എവിടെ നിന്നാണെങ്കിലും. അവിടുന്ന് മേൽശാന്തി ആയ സമയത്തുള്ള ആ ഓണം അല്ല, ഞാൻ ഒക്ടോബർ മുതലാണ് ആയത്. അപ്പൊ ഓണം കഴിഞ്ഞിട്ട് വിഷുവാണ് കിട്ടിയത്. അല്ല, വിഷുവിന് മുമ്പ് കഴിഞ്ഞു. ഏകാശി ഒക്കെയാണ് വന്നത്. ഉത്സവം, ഏകാശി അതൊക്കെയായിരുന്നു ഞാൻ മേൽശാന്തി സമയത്ത്. വ്യാസൻജിക്ക് ഓണം ഗുരുവായൂരുമായി എന്തെങ്കിലും കഥകളല്ല, ഗുരുവായൂരപ്പനെ പറ്റി എന്ന് പറഞ്ഞാല് ഗുരുവായൂരിനെ കുറിച്ച് പറയും നിത്യോത്സവമാണ് ഗുരുവായൂരപ്പൻ എന്നാണ്. അപ്പൊ ഓണത്തിന്റെ പ്രാധാന്യം ഗുരുവായൂരപ്പൻ എന്ന് നമ്മൾ വിളിക്കുന്ന മൂർത്തി പൊതുവിൽ എല്ലാവരും ഭഗവാൻ ഉണ്ണികൃഷ്ണനാണെന്നുള്ള വ്യാഖ്യാനത്തിൽ കാണുമ്പോഴും എല്ലാവരും പറയാറുള്ളത് പോലെ മഹാവിഷ്ണു എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് ഭഗവാനെ ആരാധിക്കുന്നത് ഗുരുവായൂർ. അതിൽ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരം ഉണ്ടായ ദിവസമാണ് സത്യം പറഞ്ഞാൽ തിരുവോണം. ഭഗവാൻ കശ്യപന്റെ അതിഥിയുടെ മകനായിട്ട് തന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള മഹാബലിയെ അനുഗ്രഹിക്കാൻ ആ വാക്കിന് പ്രാധാന്യമുണ്ട്. അതിനുവേണ്ടി ഭഗവാൻ എടുത്ത അവതാരമാണ് അത്. അപ്പൊ ആ അവതാരം ഉണ്ടായ ദിവസമാണ് സത്യം പറഞ്ഞാൽ വാമന ജയന്തി കൂടിയാണ് തിരുവോണം. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഒരു വൈഷ്ണവ സമ്പ്രദായമായിട്ടുള്ള ആരാധനാ കേന്ദ്രം ആയതുകൊണ്ട് വാമന ജയന്തി ആയിട്ടും പിന്നെ കേരളത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള ഓണം എന്നുള്ള നിലയ്ക്കും വളരെ വിപുലമായിട്ട് ഗുരുവായൂർ ഓണം ആഘോഷിക്കാറുണ്ട്. ഇനിയിപ്പോ തന്നെ ഓണത്തിന്റെ ആഘോഷങ്ങൾ ഗുരുവായൂർ തുടങ്ങി. അത്തം മുതൽ പുറത്ത് പൂക്കളങ്ങൾ തുടങ്ങി. ഇനി ഉത്രാടം ദിവസം ഭഗവാന് കാഴ്ചക്കൊല കൊടുക്കാനുള്ള സമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ കാത്തിരിപ്പാണ്. ഭഗവാൻ ഓണക്കോടി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ കാത്തിരിപ്പാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ കുറച്ചുകൂടെ ഒരു മാറ്റ് കൂടിയ സമയമാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം. ഈ മാവേലിയെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു. അത് എടുത്തു പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബില് വൈറലായ ഒരു വീഡിയോ ഉണ്ട്. മാവേലിയെ പട്ടിയെ പോലെ ചവിട്ടിത്താക്കി ഒരു പരാമർശം ഒരാൾ നടത്തുകയുണ്ടായി. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് വാമനൻ ഒരു ഭഗവാന്റെ അവതാരമാണെങ്കിലും ഇത്രയും നീതിമാനായ ഒരു മനുഷ്യനെ എന്തിനു ചവിട്ടിത്താഴ്ത്തി എന്നൊരു ചോദ്യമുണ്ട്. അത് ആക്ച്വലി അത് നമ്മുടെ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലുണ്ടായിട്ടുള്ള തെറ്റുകളാണ്. പലതരത്തിൽ വ്യാഖ്യാനിക്കാം, പക്ഷെ അതിന്റെ പ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് എപ്പോഴും ശരിയായിട്ടുള്ള രീതി. അപ്പൊ വാമനാവതാരം എന്തിനു വേണ്ടിയിട്ട് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭഗവാന്റെ ഭക്തന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് പ്രഹ്ലാദൻ തന്റെ ഭാഗവത്തിൽ പറയുന്നത് ഭക്തിയുടെ ഏറ്റവും ഔന്നത്യത്തിലുള്ള രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മനിവേദനമാണെന്നാണ്. അവനവനെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത്. അത് മാനസപൂജ തീർച്ചയായിട്ടും അതെ. അപ്പൊ അതുകൊണ്ട് ആ ഭാവത്തിൽ നമ്മൾ ഭഗവാനെ നമ്മളെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഭാവം. അത് ചെയ്ത ഭക്തന്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും ഒന്നാമത് വരുന്ന ആളുടെ പേരാണ് മഹാബലി എന്നുള്ളത്. അപ്പോ അദ്ദേഹത്തെ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ്. ഇപ്പം ഒരു യാഗം നടത്തി ഇന്ദ്രപദവിക്ക് വേണ്ടി അദ്ദേഹം ഒരു യാഗം നടത്തുന്നു. അപ്പൊ നമ്മൾ കേൾക്കുന്ന കഥയാണ് ദേവേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഈ ഒരു വാമനാവതാരം എടുക്കുകയും 2 അടി കൊണ്ട് ഭൂമിയും ആകാശവും അളക്കുകയും 3-ാമത്തെ അടി കൊണ്ട് ഭഗവാൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ആ കഥയ്ക്ക് അതൊരു നാടോടി കഥയാണ്. അതിനെ ഞാൻ ആ നാടോടി കഥയുടെ മനോഹാരിതയോടുകൂടി കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൂടെ ഒരു ഉണ്ടാവുന്ന തെറ്റായിട്ടുള്ള നെറേറ്റീവാണ് ഭഗവാൻ ഒരു നല്ല ഭരണം കാഴ്ചവെച്ച ഒരാളെ
മറ്റൊരാളുടെ താല്പര്യത്തിന് വേണ്ടി, ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നെപ്പോട്ടിസം എന്നൊക്കെ പറയില്ലേ, സ്വജനപക്ഷപാതം, അപ്പൊ അത് കാണിക്കാനായിട്ട് ഭഗവാൻ ഒരാളെ അദ്ദേഹത്തെ ഇല്ലാണ്ടാക്കി എന്നുള്ള ഭാവമാണ്. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു വ്യാഖ്യാനമല്ല. മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഹാബലിക്ക് ഉണ്ടായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അദ്ദേഹം മഹാധർമ്മിഷ്ഠനായിരുന്നെങ്കിലും എവിടെയോ ഒരു അഹങ്കാരത്തിന്റെ ഒരു കണിക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മഹാബലി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ചക്രവർത്തിയുടെ പാരമ്പര്യം മനസ്സിലാക്കിയാൽ ഈ കഥയ്ക്ക് കുറച്ചുകൂടെ ഒരു ഓതന്റിസിറ്റി കിട്ടും. മഹാബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മഹാവിഷ്ണു ഭക്തന്റെ പരമ്പരയിൽ ഉണ്ടായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേര് പ്രഹ്ലാദൻ എന്നാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ ഹിരണ്യകശിപു തൊട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ ഹിരണ്യകശിപു എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ പാർഷന്മാരായിട്ടുള്ള ജയവിജയന്മാർക്ക് ശാപം കിട്ടി ജനിക്കുന്ന ഒന്നാമത്തെ ജന്മമാണ്. അപ്പൊ ഹിരണ്യകശിപുവിന്റെ മകനായിട്ടുള്ള പ്രഹ്ലാദൻ, പ്രഹ്ലാദന്റെ മകനായിട്ടുള്ള വിരോചനൻ, വിരോചനന്റെ മകനായിട്ടുള്ള ബലി എന്നാണ്. അപ്പൊ പ്രഹ്ലാദനെ ഭഗവാൻ നരസിംഹാവതാരം എടുത്ത് അനുഗ്രഹിക്കുന്ന സമയത്ത് പ്രഹ്ലാദന് കൊടുത്തിട്ടുള്ള ഒരു വരമായിട്ടാണ് പറയുക, നിന്റെ തലമുറയിൽ വന്ന് ജനിക്കുന്നവരെല്ലാവരും എന്റെ പരമഭക്തരായി തീരും. അതിൽ ആരെങ്കിലും അഹങ്കാരം കൊണ്ട് എന്നിൽ നിന്ന് അകലുകയാണെങ്കിൽ ഞാൻ തന്നെ സ്വയം ചെന്ന് അവരുടെ അഹങ്കാരത്തെ മാറ്റി അവരെ എന്നിലേക്ക് അടുപ്പിക്കും എന്ന് ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് പ്രഹ്ലാദന് കൊടുത്ത ആ വാക്കിന്റെ ബലത്തിലാണ് ബലിക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം. അതൊരിക്കലും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നുള്ള ഒരു നരേഷൻ ഭാഗവത്തിലില്ല. സുതലം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗത്തേക്ക് അയച്ചു എന്നാണ്. അടുത്ത കൽപ്പത്തിൽ ഇന്ദ്രപദവി ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സ്വയം ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ കാവലായി ഇന്നും സുതലത്തിന്, മഹാബലിക്ക് കാവലിരിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്നാണ് സങ്കല്പം. ഓക്കെ, ഒരു ചോദ്യം നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ വ്യാസൻ ബൈ പ്രൊഫഷൻ ഒരു ടെക്കിയാണ്, ഡോക്ടറാണ്. ഓക്കെ, നിങ്ങൾ പല മേഖലയിലൂടെ കടന്നു. അദ്ദേഹത്തിന്റെ പഴയ വിദേശ രാജ്യത്തുണ്ടായിരുന്ന സമയത്തെ വീഡിയോകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. രണ്ടുപേർ ഗുരുവായൂരപ്പൻ അവർക്ക് വേണ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കുക. അപ്പോ ഗുരുവായൂരപ്പനാൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേരാണ്. അങ്ങനെ 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 വിശ്വസിക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എനിക്കറിയില്ല. ഇപ്പൊ ആദ്യത്തെ തവണ തന്നെ ഒരു അപേക്ഷ കൊടുക്കുന്നു, ആദ്യത്തെ തവണ തന്നെ മേശാന്തി ആവുന്നു. അത് ഗുരുവായൂരപ്പൻ തെരഞ്ഞെടുത്തു തന്നെയാണ് എന്നാണ് ഞാനിപ്പോഴും എല്ലാ പ്രഭാഷണങ്ങളും ഞാൻ കോട്ട് ചെയ്യാറുള്ളതാണ്. അതൊക്കെ തിരുവനന്തപുരം തീർച്ചയായിട്ടും. കാരണം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൊഫഷണൽ വൈസ് ആയിട്ടുള്ള നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ജോലിയിൽ ഇങ്ങനെ നമ്മൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അതെ, അവിടെ സുഖമായിട്ട്. പക്ഷെ എത്രയാണെങ്കിലും നമ്മുടെ നാടില്ല എന്നുള്ള ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ നമുക്കൊരു. അപ്പോ അങ്ങനെ പോയേനെ ചിലപ്പോൾ കുറച്ചു കാലം കൂടി. പക്ഷെ എന്തോ നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാപനം തുടങ്ങണമെന്നും പിന്നെ നാട്ടിൽ തന്നെ ഉണ്ടാവണമെന്നും പിന്നെ ഊഴം ചെയ്യണമെന്നും ഇതെല്ലാമുള്ള ഒരു മോഹം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാരണം, ആ ഒരു പ്രേരണ, ആ ഒരു തീരുമാനം എടുത്തു. അപ്പൊ അത് ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് എന്നെ പൂജയ്ക്ക് വേണ്ടി വരിക എന്നുള്ളത് കൊണ്ട് ഭഗവാൻ വേഗം എന്നെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പറയുള്ളൂ. ഞാൻ ചെയ്തതല്ല, കാരണന്മാര് ചെയ്ത ഒരു പുണ്യം, അതിലൊരു ഭാഗം ഒരിത്തിരി എനിക്കും കിട്ടി. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഭഗവാന്റെ കഥകൾ പറഞ്ഞു തുടങ്ങുന്നു, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. വ്യാസന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഓരോ ദിവസവും ഓരോ ജില്ലയിൽ ഞാൻ എന്റെ വ്യാസനെ ഫോൺ വിളിച്ചപ്പോൾ ചോദിച്ചു, വീട്ടില് ഭാര്യ വഴക്കുണ്ടാക്കില്ലേ, എല്ലാ ദിവസവും വീട്ടിലെത്തിയില്ലെങ്കിൽ. അത്രത്തോളം ആളുകൾ വ്യാസനെ കേൾക്കാനുണ്ട്. അതെ അതെ അതെ. ഞാനും ഇദ്ദേഹത്തിന് പറയുമ്പോ ആദ്യം ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നത് ഭഗവാന്റെ വിഗ്രഹം എങ്ങനെയാണ് എന്ന് പറയുന്നത് എത്ര പേരാണ് എനിക്ക് അയച്ചത്. ഈ പറയുന്നത് ശരിയാണോ അല്ല ഒന്നുകൂടി റീകൺഫേം ചെയ്യാന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇതാണ് ശരി, ഈ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി. ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ കാര്യം പറയാനുള്ള എന്താ അറിയോ, ഇപ്പൊ ഈ ചതുർബാഹുവായിട്ടുള്ള വിഗ്രഹമാണ് ഗുരുവായൂരുള്ളത്, പാതാളാഞ്ജന ശില എന്ന് പറയും. അപ്പൊ അതിനെ നമ്മൾ എപ്പോഴും നോക്കിക്കാണാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് ഭഗവാൻ മഹാവിഷ്ണു എന്നുള്ള സങ്കല്പത്തിലല്ലല്ലോ ഗുരുവായൂർ കൂടുതൽ ആളുകൾ നോക്കിക്കാണുന്നത്. പൂജ നടക്കുന്നത് മഹാവിഷ്ണുവിനാണെങ്കിലും ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ കണ്ണൻ എന്നുള്ള ഭാവത്തിലാണ്. ഞാൻ എല്ലായിടത്തും കോട്ട് ചെയ്യാറുള്ളതാണ്, ആ ഉണ്ണിയെ ഏറ്റവും ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, അത് ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് പേര് അസലായിട്ട് ചേർന്നത് ഞാൻ അവരെ കണ്ട് എനിക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നത്. തിരുവനന്തപുരം പ്രത്യേകത എന്താ വെച്ചാല് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഞാൻ എന്റെ എല്ലാ പ്രഭാഷണങ്ങളും ചിലപ്പം ജ്യോതി കേട്ടിട്ടുണ്ടാവും, നമ്മളിൽ ഒരാളായിട്ട് ഭഗവാനെ കാണുക എന്നുള്ളതാണ് താല്പര്യം. വെച്ചാൽ അത്രത്തോളം നമുക്ക് അടുക്കാൻ സാധിക്കും. ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ എന്നുള്ള സങ്കല്പത്തിന് ഇത്രയധികം അക്സെപ്റ്റൻസ് ഉണ്ടാവുന്നത് അദ്ദേഹത്തെ നമ്മളിൽ ഒരാളായിട്ട് കാണുന്നതുകൊണ്ടാണ്. മറ്റ് ഈ ബഹുമാനത്തോടു കൂടി നമ്മൾ മാറ്റി നിർത്തിയ ദേവതകളൊക്കെ നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ അകലം അവർ തമ്മിൽ പാലിക്കുന്നത്. ഭഗവാൻ നമ്മൾ യാതൊരു അകലവും ഇല്ല. നമ്മളെ കണ്ണാന്ന് വിളിക്കുന്നു, കള്ളാന്ന് വിളിക്കുന്ന വേറെ ഏതെങ്കിലും ഈശ്വരൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ഇടയിൽ ഒരാളാ. അപ്പോ നമ്മുടെ ഇടയിൽ ഭഗവാനെ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തെ മാറ്റുക എന്ന് പറയുന്നത്, എനിക്കറിയില്ല ഇതിനു മുമ്പ് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം പായസം ഇളക്കുന്ന കൃഷ്ണൻ,
അല്ലെങ്കിൽ വിളക്ക് പിടിക്കുന്ന കൃഷ്ണൻ, അല്ലെങ്കിൽ ഇടയ്ക്ക വായിക്കുന്ന കൃഷ്ണൻ. അതായത് ഗുരുവായൂർ പോയാൽ നമ്മൾ കാണുന്ന രൂപങ്ങളിലൊക്കെ ഇപ്പം എഴുത്തച്ഛന്റെ ഹരിനാമ കീർത്തനത്തിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള വാക്ക് അതാണ് ഹരിനാമ കീർത്തനത്തിന്റെ കോർ എന്നാണ് ഞാൻ പറയാറുള്ളത്. ഈ യാതൊന്നു കാണുന്നത് നാരായണ പ്രതിമ എന്നുള്ള ഭാവം. അതായത് എല്ലാത്തിനും ഭഗവാനെ കാണാൻ പഠിക്കുക. അപ്പോ ഏറ്റവും നമുക്ക് കണക്ട് ആവുന്ന ഭാവങ്ങളിൽ ഭഗവാനെ കാണിക്കുന്ന ഒരാളാണ്. ശരി, ഞാനത് ഇന്റൻഷനലി ചെയ്തതാണ്. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ കുത്തുവിളക്ക് പിടിക്കുന്നത് അത് ഞാൻ ചാർത്തി കഴിഞ്ഞപ്പോ എനിക്ക് കാണേണ്ടത് ഈ വാര്യന്മാര് വന്ന് തൊഴുമ്പോ എന്താണ് അവരുടെ ആ ഒരു എക്സ്പ്രഷൻ. അവര് കണ്ണുന്ന് വെള്ളം വരും. ഇടയ്ക്ക് വായിച്ച ദിവസം മാരാന്മാര് വന്ന് തൊഴുമ്പോ അവർക്കുണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, പിന്നെ പായസം വിളക്കുമ്പോ അതെല്ലാം അത് ഞാനത് ഇന്റൻഷനലി ശരിയാണ് പറഞ്ഞത്. ആ ഒരു രീതിയിൽ നമ്മളെല്ലാം നമുക്ക് കാണുമ്പോ, കാരണം ജന്മം മുഴുവൻ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നവരാണ് എല്ലാം. അപ്പൊ അവരുടെ ആ ഒരു സന്തോഷമാണ് നമ്മുടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഭഗവാനെ കൂടുതൽ തീർച്ചയായിട്ടും. തിരുമേനി ഒരു നല്ല പാട്ട് തന്നെയാണ്. അപ്പൊ ഒരു ഓണമാണ് സ്വാഭാവികമായിട്ട് ഒരു പാട്ട് പാടിക്കാതെ പോയാൽ ഒരു മിനിറ്റ് കിട്ടിയല്ലോ. ഓണത്തിന്റെ പാട്ട് ഓണപ്പാട്ട് വേണമെന്നില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു വരി, എന്റെ വരിയല്ല, അതിലൊരു പുത്തരിന്ന് വെച്ചിട്ടുള്ള ഒരു വരി. ആ ഭാഗം എൻ്റെ സുഹൃത്ത് രഘുനാഥ് ഗുരുവായൂർ എഴുതിയതാണ് ഈ വരികൾ. ഞാൻ സംഗീതം ചെയ്ത് ഞാൻ തന്നെ പാടിയ ഒരു ആൽബത്തിലെ പാട്ടാണ്, മലർ നിവേദ്യം എന്ന് പറഞ്ഞൊരു ആൽബത്തിലെ. അപ്പം അതിലൊരു ചരണത്തിലൊരു വരിയാണ്, പക്ഷെ നാളെ നിറയാണല്ലോ. അപ്പൊ പുത്തരി നേദ്യത്തിനെയൊക്കെ സംബന്ധിച്ച് വരുന്ന വരികളുള്ള ഒരു ഭാഗം പാടാം. ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് തെറ്റിദ്ധരിക്കുന്നത്. എൻ സ്നേഹധാരയാൽ പൂത്തു തളിർത്തൊരി പുത്തരി നേദ്യത്താൽ ചോറൂണ്. എൻ സ്നേഹധാരയാൽ പൂത്തു തളിർത്തൊരി പുത്തരി നേദ്യത്താൽ ചോറൂണ്. എന്നാത്മാവിൻ പാലായി കടഞ്ഞൊരി അമൃതിനാൽ പൊന്നുണ്ണിക്കണ്ണനിന്നമൃതേത്ത്. എന്നാത്മാവിൻ പാലായി കടഞ്ഞൊരി അമൃതിനാൽ പൊന്നുണ്ണിക്കണ്ണനിന്നമൃതേത്ത്. എന്നമ്പാടി കണ്ണന് അമൃതേത്ത്. കണ്ണാ എൻ്റെ കണ്ണാ, ഗുരുവായൂർ വാഴുന്നോരുണ്ണിക്കണ്ണ. കണ്ണാ എൻ്റെ കണ്ണാ, ഗുരുവായൂർ വാഴുന്നോരുണ്ണിക്കണ്ണ. എന്നും ഞാൻ പാടുന്ന ഗാനങ്ങൾ നിങ്ങപദാനങ്ങളായി മാറേണം. കണ്ണാ എൻ്റെ കണ്ണാ, ഗുരുവായൂർ വാഴുന്നോരുണ്ണിക്കണ്ണ. ഗംഭീരായി. അപ്പോ ഈ ഓണ ദിവസത്തെ ഈ പാട്ടിന് നന്ദി. തിരുവേണി, ഈ ഇപ്പോ ഗുരുവായൂരിലെ ഒരുപാട് റീലുകൾ ഇപ്പൊ എനിക്ക് നമ്മുടെ ഈ ഫോട്ടോഗ്രാഫിയൊക്കെ ഒരു കൺട്രോൾഡ് ആയതുകൊണ്ട് കുറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ പോലും ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടം തിരുവേണി അത്തരം അനുഭവങ്ങൾ ഉണ്ടോ? കണ്ണൻ സംസാരിക്കുന്നത് പോലെ തോന്നിയത്, അടുത്തുണ്ട് എന്ന് തോന്നിയത്? അതെ, നമുക്കൊരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം തീരുമാനങ്ങൾ എടുക്കണ സമയത്ത്, ആ സമയത്ത് പ്രത്യേകിച്ചും ഞാൻ മുമ്പേയും പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് ഭക്തർ വന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഭഗവാന്റെ മുമ്പിൽ കാൽക്കൽ പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് അവർ വിചാരിച്ച കാര്യം സാധിക്കണേ എന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ കർത്തവ്യം. ആ പറഞ്ഞതെല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട്. കാരണം അവർക്കത് ആ വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് കാണുമ്പോഴേ അത് ആ ശാന്തി കാലഘട്ടത്തിൽ തന്നെ വ്യത്യാസം വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം അത് ഭഗവാൻ കേൾക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ആ ഒരു ചേഞ്ച് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ നിയമിച്ചു, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അത്രയും സമർപ്പണത്തോടു കൂടി ഭഗവാന് 2 പൂക്കൾ അർപ്പിക്കുക.
അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ സുഖാനുഭവങ്ങൾ, അവർ മാറ്റം വന്നു തിരുമേനി, അല്ലെങ്കിൽ ആ കാര്യം സാധിച്ചു, ജോലി ശരിയായി, അല്ലെങ്കിൽ വൈഫ് പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ആ സമയത്ത് വരുമ്പോൾ ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ പറയും, ശരിയായല്ലോ, വേഗം ഭഗവാന് ഒന്നുകൂടി ചെയ്തോളൂ എന്ന് പറയും. കാരണം ഞാൻ എപ്പോഴും പറയും, അത് ശരിയായി കഴിഞ്ഞാൽ ഭഗവാൻ അത് കൊടുക്കാം എന്ന് പറയുന്നതല്ല. നമ്മളൊരു കാര്യം ശരിയാവണേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് അല്പം തന്നെ ആ വഴിപാട് ചെയ്യുക, അതിനുശേഷം അത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതെന്നാണ് എൻ്റെ ഒരു. അയ്യോ, അങ്ങനെ ഗുരുവായൂർ നിരന്തരമായിട്ടുള്ള അനുഭവങ്ങളായതുകൊണ്ട് ഞാൻ പറയില്ല, എനിക്കിങ്ങനെ ഈ അമാനുഷികമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ പൊതുവിൽ അങ്ങനെ പറയാറില്ല. ഞാൻ അങ്ങനെ ഗുരുവായൂരപ്പനെ അമാനുഷികനായിട്ട് കാണാത്ത ഒരാളാണ്. നമ്മളുടെ ഇടയിൽ ഒരാളായി കണ്ടുകൊണ്ട് നമുക്ക് പല രൂപത്തിൽ പല ഭാവത്തിൽ വന്ന് ഭഗവാൻ വേണ്ടപ്പോ ഈ പറഞ്ഞുള്ള ഗൈഡൻസ് തരിക എന്നുള്ളത് എത്രയോ തവണ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അനുഭവം ഞാൻ പറയും, നോക്കൂ, അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്ത ഇന്റൻസിറ്റിയിൽ അത് മറ്റൊരാൾക്കും ഫീൽ ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അത്. ഇപ്പൊ ഞാൻ അത് ഫീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞ സമയത്ത് മറ്റൊരാൾക്ക് അത് ആ ഫീൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും ഒരുപാട് അനുഭവങ്ങൾ ഗുരുവായൂരായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഞാൻ പൊതുവിൽ പറയാറില്ല. ഇപ്പൊ തിരുവേനി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ ചന്ദനച്ചാർത്ത അല്ലെങ്കിൽ കളവച്ചാർത്തായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ഒരു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരമ്മയാണ്, ആ അമ്മ വന്നിട്ട് എന്നോട് ചോദിക്കും, ഞാൻ ഗുരുവായൂരുള്ള സമയമാണ്, അപ്പൊ എന്നോട് ചോദിച്ചു, ഇവിടെ എന്റെ ഒരു വീഡിയോ അമ്മ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഞാൻ ഏതൊരു സമയത്ത് എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വെറും കൈയോടുകൂടി ഗുരുവായൂർ പോകരുത്, അവിടെ ഒരു ഉണ്ണി ഇരിക്കുന്നുണ്ട്, അപ്പൊ കുട്ടികളുള്ള വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടുപോകും. അപ്പൊ അമ്മ പറഞ്ഞത് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഓടക്കോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ എന്നോട് ചോദിച്ചത് എവിടെയാണ് സമർപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, എവിടെ സമർപ്പിച്ചാലും ഭഗവാൻ എടുക്കും. ഇനിയിപ്പോ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അകത്ത് കൊടിമരത്തിന്റെ പുറകിൽ ഒരു ഭണ്ണാരുണ്ട്, അവിടെ വെക്കാം. ഇനിയിപ്പോ അകത്ത് കയറി തൊഴാൻ പറ്റുന്ന സമയമാണെങ്കിൽ അവിടെ നമസ്കാര മണ്ഡപമുണ്ട്, അവിടെ വെക്കാം, എവിടെ വെക്കണം വെക്കാന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് സാധാരണ ഇങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞ പോലെ ഇതൊന്നും അകത്ത് ഉപയോഗിക്കാറില്ല എന്ന് എന്റെ വായിൽ വന്നു വരാം. അതൊന്നും പറയാൻ പാടില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ വെച്ചോളൂ, ഭഗവാൻ സ്വീകരിക്കും എന്നുള്ള ഭാവത്തിലേ പറഞ്ഞോളൂ, അത് അകത്ത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോ അവരുടെ മുഖത്തിൽ ഉണ്ടായിട്ടുള്ളൊരു വിഷമമുണ്ട്. കാരണം അവരൊക്കെ കരുതുന്നത് ഇതൊക്കെ അകത്ത് ഉപയോഗിക്കും എന്നുള്ള. ഗുരുവായൂർ വളരെയധികം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ ഉള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ എന്ത് വസ്തുവൊന്നും അതിനകത്ത് ശ്രീകോളിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പം അയ്യോ, ഞാൻ കൊണ്ടുവന്നത് ഭഗവാൻ എടുക്കില്ലേ എന്നുള്ളൊരു വിഷമം അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നമ്മൾ എവിടെ സമർപ്പിച്ചു അത് ഭഗവാൻ എടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാനിങ്ങനെ പൊതുവിൽ ആ സമയത്ത് ഈ അലങ്കാരങ്ങൾ ചില സമയത്ത് ദശാവതാരങ്ങൾ അലങ്കാരങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും മത്സ്യം ചാർത്താറുണ്ട്, കൂർമ്മം ചാർത്താറുണ്ട്, പരശുരാമനെ ചാർത്താറുണ്ട്. അപ്പൊ ഈ അമ്മ വന്ന ദിവസം എനിക്ക് തോന്നുന്നു വാമനമൂർത്തി ഈ സമയം വാമനമൂർത്തി ആയിട്ടാണ് ഭഗവാനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയാ, കണ്ടിന്യൂറ്റി ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് അവിടെ ചാർത്തുന്ന ആൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതാണ് ചാർത്തുക. ചിലപ്പോൾ കണ്ടിന്യൂറ്റി വരും, ചിലപ്പോൾ മത്സ്യം കൂർമ്മം അങ്ങനെ വരുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഉറപ്പായിട്ടും കണ്ടിന്യൂറ്റി ഒന്നും ഉണ്ടാവാൻ താല്പര്യമില്ല. അപ്പൊ പിറ്റേ ദിവസത്തെ അലങ്കാരം എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ ഗുരുവായൂരപ്പന്റെ ഭക്തരുണ്ട്. എല്ലാ ദിവസവും ഗുരുവായൂരിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുണ്ട് ദേവസ്ഥന്റെ. അതില് ഉച്ചപൂജ അലങ്കാരം പറയുന്നത് കേൾക്കുന്ന ലോകത്തിന്റെ പല ഭാഗത്ത് ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ മനസ്സിലൊരു ധ്യാനാണ് സത്യം പറഞ്ഞത്. അത് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് രണ്ട് കുഞ്ഞുകാലുകളിൽ മുറുകെ പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്ന സമയത്ത് ആളുകൾ അത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഈ അമ്മ അത് കൊടുത്തു പോയിട്ടുണ്ടാവും, ഞാൻ അമ്മയെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ പിറ്റേ ദിവസം ചാർത്തി അലങ്കാരത്തിൽ ഒരു ഓടക്കോൽ ഉണ്ടായിരുന്നു. അത് കളവം കൊണ്ട് ചാർത്തുന്നതാണ്, അമ്മ കൊടുത്ത ഓടക്കോളൊന്നല്ല. പക്ഷെ അത് അവർ കാണുന്ന സമയത്ത് അവർക്ക് തോന്നിയിട്ടുണ്ടാവും, ഞാൻ മനസ്സിലാക്കുന്നു, ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെയാണ് ഭഗവാൻ സംസാരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കുറെ അമാനുഷികമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ തന്നുകൊണ്ട് എനിക്കറിയില്ല. അമ്മയ്ക്ക് ഉണ്ടായവരുടെ അനുഭവം എനിക്ക് ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോ നമുക്കറിയാം, ചില ശ്രീകോവിലുകളിൽ നമ്മളെ കൊണ്ട് കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ചിലയിടത്ത് അത് നമുക്ക് മേൽശാന്തിയെ കൊടുത്ത് അവർ ഉപയോഗിക്കും. ഒരു ഹാരമായാലും ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പുറത്തൊരു ബാസ്കറ്റ് വെക്കുന്നത് ഇത് വെക്കുമ്പോൾ അറിയാതെയെങ്കിലും മനസ്സിൽ തോന്നും, അയ്യോ ഇത് ഭഗവാന് ചാർത്തില്ലല്ലോ, എടുത്ത് അവർ ഒഴിവാക്കായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും അത് കച്ചവടക്കാരിലേക്ക് ചെല്ലുകയായിരിക്കുമല്ലോ. അപ്പൊ അമ്മമാരുടെ നമുക്കേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അമ്മമാരുടെ മനസ്സിൽ നിന്ന് മാത്രം ഇതായിരിക്കും എന്നുള്ളതാണ്. ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഓണത്തിന് ഗുരുവായൂരപ്പന് ഓണസദ്യ ഉണ്ടാവും. വിശേഷമായിട്ടുള്ള സദ്യ. അതെ അതെ. എങ്ങനെയായിരിക്കും എന്റെ വിഭവങ്ങൾ? അത് വിഭവങ്ങള് ഓണത്തിന് നമ്മള് ഇല്ലത്തുണ്ടാക്കുന്ന എന്തൊക്കെ വിഭവങ്ങളുണ്ടോ എല്ലാ സാധനങ്ങളും പല ആളുകൾക്ക് അറിയില്ല. അതായത് ഗുരുവായൂരപ്പൻ സാധാരണ ക്ഷേത്രങ്ങളിലുള്ള നേദ്യത്തിന് പുറമെ ഇപ്പൊ നാലുകറിയൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്ന ആളാണ്. ഭഗവാൻ ഊണ് കഴിക്കുന്ന ആളാ.
സാധാരണ എങ്ങനെയാണ് ഒരാൾ ഊണ് കഴിക്കുക? ഏകാശി ദിവസവും ഭഗവാൻ ഊണ് കഴിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു ഇത്. അതായത് എനിക്ക് ശരി ഒക്കെ എല്ലാ ദിവസവും ഉണ്ട്. കായ വറുത്തത് വറുത്തതുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്, ഇതൊക്കെ നേദ്യമുണ്ട്. അത് എല്ലാം അല്ലല്ല, അകത്ത് നേദ്യം ഇതൊക്കെ ഉണ്ട്. അതെ 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 എല്ലാം നെയ്യിലാണ് വറക്കുക അല്ലെ? നെയ്യിൽ വറുത്തതാണ്. അത് തന്നെയാണ് ഉണ്ടാക്കുക. അത്തുനിന്ന് ഉണ്ടാക്കി അത് തന്നെയാണ് നേദിക്കുക. നെയ്യിൽ വറുത്താണ്. അല്ല ഓണസദ്യ എന്നുള്ള ഭാഗത്തിൽ ഉരുളിയിൽ തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഭഗവാനകത്ത്. എനിക്ക് തോന്നുന്നു പഴപ്രഥമൻ വിശേഷമായിട്ട് അത് വിശേഷമായിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ എല്ലാ ദിവസവും പാലട ഉണ്ട്. പലർക്കും അറിയില്ല അത്. ഗുരുവായൂരപ്പന് ഉച്ചക്ക് പൂജയ്ക്ക് പാലട നീതിക്കും. നമ്മൾ വിചാരിക്കുക ഗുരുവായൂരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിയും പാൽപ്പായസം എന്നുള്ളൊരു പബ്ലിസിറ്റി ഉണ്ടല്ലോ. അതെ, പക്ഷെ ഉച്ചപൂജയ്ക്ക് വളരെ വിശേഷമായിട്ടുള്ള പല നേദ്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പാലട വളരെ വിശേഷമായിട്ടുള്ള നേദ്യമാണ്. ത്രിമധുര ഉണ്ട്, ഉച്ചക്കാണ് ഉച്ചപൂജയ്ക്കാണ് നേദിക്കുക. വൈകുന്നേരം അപ്പം അട. എനിക്ക് തോന്നുന്നു ഇപ്പൊ വിശേഷമായിട്ട് മറ്റേ താമ്പൂലം അത് വഴിപാടാക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പൊ വെറ്റില ഭഗവാൻ ഒന്ന് മുറുക്കൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഭാവം അങ്ങനെ ഇതൊക്കെ നമ്മൾ വിവാഹം ദാമ്പത്യ പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു വഴിപാടാണ് താമ്പൂലം. അങ്ങനെ കുറെ നേദ്യങ്ങളുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് നിറക്കി അല്ലെ മാങ്ങ, അതുപോലെ ഇലക്കറികളോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഒരാളാണ്, അതുകൊണ്ടാണ്. നമ്മുടെ തിരുവോണത്തിന് വീട്ടിൽ സദ്യ ഉണ്ടാകുമ്പോ ഭഗവാൻ ഗുരുവായൂരപ്പനും സദ്യ ഉണ്ടാണ് എന്നുള്ളതാണ്. അതിപ്പോ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ വർഷം ഭഗവാൻ ഇല ഇട്ടിട്ട് സദ്യ ഉണ്ടെന്നതാണ്. ഓണത്തിനല്ലേ? ശരി. അതായത് ഒരലങ്കാരം മാറ്റേണ്ടി വന്നു. ആ സമയത്ത് വൈകുന്നേരത്തേക്കാണ് ചർച്ച ചെയ്തത്. എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്. ഇല ഇട്ടിട്ട് അതായത് ഒന്ന് രണ്ട് രീതിയിൽ സങ്കല്പിക്കാം. ഒന്ന് ഭഗവാൻ പിറന്നാൾ സദ്യ ഉണ്ണാണ് എന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ നമ്മള് കൂട്ടാണ്. അഷ്ടമിക്കാണ്. അതെ അതെ, അലങ്കാരം ഇല പോലെ ചേർത്തി അതില് വിഭവങ്ങളൊക്കെ ചേർത്തി ഭഗവാൻ ചമ്രം പണിഞ്ഞിരിക്കുന്ന രീതിയിൽ അങ്ങനെ ചേർത്തിട്ടുണ്ട്. അതും പിന്നെ പിറന്നാൾ സദ്യ കഴിക്കുന്ന ഭാവത്തിലായിരുന്നു. എനിക്ക് തീർച്ചയായിട്ടും അല്ല, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എല്ലാവരുടെയും പ്രാർത്ഥന അതാണ്. ഭഗവാൻ നിശ്ചയിക്കട്ടെ. ഇനി കുറച്ച് ഗുരുവായൂരിൽ നിന്ന് കുടുംബവിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഓണം എങ്ങനെയാണ് സാധാരണഗതിയിൽ? പുറത്തായിരുന്ന സമയത്തൊക്കെ ഓണം ആഘോഷിക്കുമ്പോൾ കേരളം മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കാരണം ഇതിപ്പോ ആയുർവേദം എന്നുള്ളൊരു ഫീൽഡായ കാരണം എന്താണെങ്കിലും മലയാളികൾ ഉണ്ടാവില്ല. അപ്പൊ അധികവും അവിടെ മലയാളികൾ ഇഷ്ടംപോലെ തെറാപ്പിസ്റ്റുകളായിട്ടും യോഗ ടീച്ചേഴ്സും ഒക്കെ മലയാളികൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ തന്നെ ഓണസദ്യ ഉണ്ടാക്കും. പൂക്കളടലും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ അതേ രീതിയിൽ ചെയ്തിരുന്നു. പുറത്തായിരുന്നപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റേ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പൊതുവെ നാട്ടിലായിരുന്നപ്പോഴും ഇപ്പോഴും ഊഴ സമയത്താണ് ഓണം വരിക. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും, ഗുരുവായൂരുണ്ടാവും. അതെ അതെ അതെ. എപ്പോഴും നാട്ടിൽ തന്നെയാണ് ഓണം. മണ്ണാർക്കാട് തന്നെയാണ്. ആ സമയത്ത് ലീവാണ്. ചതയം മാത്രം ഒരു പ്രഭാഷണം 2 ഉണ്ട്. അത് ഗുരുവായൂരാണ്. വൈകുന്നേരം ഒരു പ്രഭാഷണം ഗുരുവായൂർ എടുത്തിട്ടുണ്ട്. അപ്പം നാട്ടില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നാട്ടിലൊരു കൃഷ്ണൻ അമ്പലമുണ്ട്. അത് ഗുരുവായൂർ പാതി ഗോവിന്ദപുരം എന്ന് പറയുന്ന ഗോവിന്ദപുരം അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി ഭഗവാനെ കാണുക, ഭഗവാന് ഓണപ്പടം കൊടുക്കുക. മുമ്പേ ഗുരുവായൂർ പോയിട്ട് ഓൾറെഡി മേശാന്തിക്കും ഗുരുവായൂരപ്പനുള്ള ഓണപ്പടം കൊടുക്കുക എന്നൊക്കെ സാധാരണ ചെയ്യുന്ന രീതികളാണ്. എപ്പോഴും വീട്ടിലുണ്ടാവുക ഓണത്തിന് എന്നുള്ളതാണ് താല്പര്യം. ഞാൻ നേരത്തെ രഹസ്യമായി ചോദിച്ച ചോദ്യം പരസ്യമായിട്ട് ചോദിക്കുക. ഈ നാട്ടിലെ ഒരുപാട് അമ്മമാര് വ്യാസനെ കാണാൻ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഒരു ഞെട്ടിപ്പോയി. ഞങ്ങള് 1-2 പരിപാടികളിൽ ഞാൻ വിളിച്ച പരിപാടികളിൽ വ്യാസൻജി വന്നപ്പോൾ ഞാൻ കൂടെ പോയിരുന്നു. ഒരുപാട് പേര് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ചെറിയ ക്ഷേത്രങ്ങളിൽ അന്ന് ഞാൻ പറഞ്ഞു അതൊന്നും എന്നെ കാണാൻ വേണ്ടി ഒന്നല്ല, ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ഞാൻ എന്തൊരു പറയാത്തൊരു കാര്യമാണ്. എനിക്ക് അച്ഛമ്മ ഉണ്ടായിരുന്നു വീട്ടിലപ്പം ചെറുപ്പം പോലെയുണ്ട്. അച്ഛമ്മയുണ്ട്, അച്ഛൻ്റെ അച്ഛനുണ്ടായിരുന്നു, മുത്തച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛന്റെ ചേച്ചി അമ്മായിന്ന് വിളിക്കും. ഞങ്ങൾ എല്ലാവരും ഉള്ള വീട്. അപ്പം അമ്മ അവിടെ പ്രായത്തിൽ കുറഞ്ഞ ആളാ. അപ്പൊ അമ്മ എല്ലാവരും പേരാ വിളിക്കുക, ഉഷ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഇതാ കേട്ടാണ് വളരുന്നത്. അപ്പൊ ഞാനൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ അമ്മയെന്ന് വിളിക്കുന്നതിന് പകരം ഞാൻ ഏറ്റവും കൂടുതൽ വിളിച്ചതെന്ന് ഉഷയെന്നാണ്. അത് ആ തിരുത്തേണ്ട സമയമാകുമ്പോൾ നമ്മൾ തിരുത്തി, ആ ഒരു ബോധം വന്ന സമയത്ത് തിരുത്തി. അപ്പൊ എനിക്കിപ്പോ ഒരു കുറ്റബോധമാണ്, ഇങ്ങനെ സ്വന്തം അമ്മയോട് വേണ്ടത്ര ഒരു നീതി പുലർത്തിയിട്ടില്ലല്ലോ ചെറിയ കുട്ടിയാവുന്ന സമയത്ത്. അമ്മ എപ്പോഴും പറയും ഒന്നില്ലെങ്കിലും ഒരു വയസ്സാണെങ്കിൽ സ്കൂളിൽ പോണ സമയം വരെ എന്റെ പേര് വിളിച്ചു നടന്നത്. അപ്പൊ ഞാൻ അമ്മയെ വേണ്ടത്ര സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലപ്പോഴും സംശയമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മയായിട്ടാണ്. ഞാൻ ഒരു അച്ഛൻകുട്ടിയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
അമ്മയായിട്ടാണ് ഇങ്ങനെ എപ്പോഴും നിരന്തരം കലഹങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഗുരുവായൂരപ്പനായിട്ട് ഒരുപാട് അമ്മമാരുടെ സ്നേഹം ഇപ്പൊ അതിന് പകരം ഭഗവാൻ തരുന്നു. ഒപ്പം സ്വന്തം അമ്മയും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന തരത്തിൽ തരുന്നു എന്നുള്ളതായിട്ടാണ് അതിനെ കാണുന്നത്. കൂടുതലും അമ്മമാരാണ് ഈ പറഞ്ഞതുപോലെ പ്രഭാഷണങ്ങൾക്ക് വരുന്നത്. അപ്പൊ അവരോരോരുത്തരും സംസാരിക്കുന്നതും കൈ പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും കേൾക്കുമ്പോൾ ആ പണ്ട് ചെയ്ത തെറ്റുകൾ ഭഗവാൻ ക്ഷമിച്ചു എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് അതിനെ കാണുന്നു. ചോദ്യം മുഴുവിപ്പിക്കുന്ന എന്റെ ചോദ്യം ഇതാണ്. ഇങ്ങനെ സ്വാഭാവികമായും എല്ലാവരുടെ മുമ്പ് ഒരുപാട് അമ്മമാർ സഹോദരന്മാരൊക്കെ കാണാൻ കാത്തിരിക്കും. സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് തീർച്ചയായിട്ടും ഈ വ്യാസനെ കേൾക്കണമെങ്കിൽ അതിന് മറ്റുപാധികൾ ഉണ്ടല്ലോ. യൂട്യൂബിൽ കേൾക്കാം, പക്ഷെ നേരിട്ട് കണ്ട് സംസാരിക്കണം, കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ കുടുംബം മിസ്സാവുന്നില്ലേ? അല്ല, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് എന്നെ ഗുരുവായൂരപ്പൻ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ വലിയ ഭക്തയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പം അതിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ എവിടെ പോയാലും കാര്യങ്ങൾ അന്വേഷിക്കാനും ഇന്ന് ഏത് കഥയാണ് പറഞ്ഞതെന്നൊക്കെ എന്നോട് ചോദിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണർ തന്നെയാണ്. അമ്മ എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് തവണ. അങ്ങനെയല്ല, അമ്മയാണ് ഞാൻ ഏതൊരു ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു, അമ്മ ഇതേവരെ എന്റെ ഒരു പ്രഭാഷണം പോലും കേട്ടിട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ല. ഇല്ല, എന്റെ നാട്ടിലുണ്ടാപ്പോഴും കേട്ടിട്ടില്ല. അമ്മ യൂട്യൂബിൽ കേൾക്കും, അമ്മ നേരിട്ട് വന്നിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ്, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റതാ, യാത്ര ഉണ്ടായതുകൊണ്ട് 3 മണിക്ക് എഴുന്നേറ്റ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് എന്റെ അമ്മയുടെ സ്റ്റാറ്റസ്, വ്യാസന്റെ ഒരു റീല്. ഞാൻ ഇട്ട് കണ്ടിട്ടില്ല കേട്ടോ വ്യാസന്റെ ഒരു റീല്. ഒരുപാട് അമ്മമാർ. ഞാനത് പറയട്ടെ. ഇപ്പം ഞാൻ എന്നെ ഇങ്ങനെ അതിവിനയത്തിന്റെ അതിലേക്ക് പോവുമല്ല. എനിക്ക് ഇപ്പൊ പറയുന്ന റീച്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ റീച്ച് അല്ലെങ്കിൽ ആ ടേം യൂസ് ചെയ്യാം, അത് എന്റെ റീച്ച് അല്ല എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. അത് ഭഗവാന്റെ റീച്ചാണ്. ഭഗവാന്റെ റീച്ച് എന്ന് പറഞ്ഞാൽ അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള റീച്ചാണ്. അതിന്റെ ഓരോ കണികകളായിട്ട് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഗുരുവായൂരപ്പനില്ലെങ്കിൽ നമ്മളില്ല. ഞാനൊരു കഥ പറയട്ടെ. പറഞ്ഞിട്ടില്ല, എന്റെ ഡയറക്ടർ പറയാത്തൊരു കഥയാണ്. ഒരിക്കലും ഒരു ക്ഷേത്രത്തില് ഒരു 10 ദിവസത്തെ പ്രഭാഷണ പരമ്പര. അപ്പൊ ഇത് സ്പോൺസർ ചെയ്ത ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 10 പ്രഭാഷകരെ തരണം. വലിയ പരിപാടിയാണ്, ധ്വജപ്രതിഷ്ഠയാണ്. കേൾക്കുമ്പോൾ എന്നെ വിളിക്കുവാണ്, എങ്കിൽ പോലും പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ എന്നോട് 1-2 ദിവസം ഒരു പ്രഭാഷകരെ അറേഞ്ച് ചെയ്തു. അപ്പൊ ഞാൻ ലിസ്റ്റ് കൊടുത്തു. 1ാമത്തെ നമ്പറിൽ വ്യാസൻ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് പേരുടെ ലിസ്റ്റ് കൊടുത്തു. അപ്പൊ ഈ പേര് വ്യാസൻ അത്ര പ്രായമുള്ള ആളാണ്, നല്ല ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് വെട്ടും പറഞ്ഞു. ഓക്കെ, ഞാൻ വെട്ടി. ഞാൻ വ്യാസൻ ഡേറ്റും ഇല്ല, കൊടുക്കാൻ ഡേറ്റും ഇല്ല, ആ ദിവസങ്ങളിലേ ഡേറ്റ് ഇല്ല. പിന്നെ അലക്സാണ്ടർ ജേക്കബ് സാറ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചെയ്തു സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നെ വിളിക്കുക, നമുക്കേ ആ ഗുരുവായൂരപ്പന്റെ കഥ പറഞ്ഞ പാലക്കാട് ഇദ്ദേഹം ദുബായിലാണ്. അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസിയാണ്. അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസറാണ്, വലിയ ആളാണ്, വ്യവസായിയാണ്. നമുക്ക് ആ പുള്ളി എന്ത് വന്നാലും കൊണ്ടുവരണം. അപ്പം കൊട്ടാരക്കരയിലാണ് സംഭവം നടക്കുന്നത്. കൊട്ടാരക്കര ഗണപതിയിൽ ഗണപതി ക്ഷേത്ര വ്യാസന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്നപ്പോ ആളുകളുടെ ആ തെക്കും തിരക്ക് കണ്ടിട്ട് അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞത് കണ്ടിട്ടാണ് എന്നോട് രക്ഷയില്ല, എന്താ ഞാൻ തന്ന ലിസ്റ്റിൽ ആദ്യത്തെ പേരോ നല്ലായിരുന്നു അല്ല എങ്ങനെ കൊണ്ടു ഇല്ല ചേട്ടാ, അത് സമയമില്ല. പക്ഷെ ഗണപതിയിൽ വന്നിട്ട് കാര്യം നിങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. ഇത്തവണ ഗണപതി അമ്പലത്തിലെ മേടത്തിരുപത് ഉത്സവത്തിന് അദ്ദേഹം ആദ്യമേ എന്നെ വിളിച്ചു പറയുന്നത്, നമുക്ക് അത്യാവശ്യമായിട്ട് വ്യാസന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്യണം, നമ്മൾ അന്ന് മിസ്സായി പോയതാണ്. ഭഗവാന്റെ അനുഗ്രഹം വരാൻ പറ്റി. വ്യാസൻജി, അപ്പം വ്യാസൻജിയുടെ സമ്മാനം കഥകളും ഒക്കെയാണ്. ഭഗവാനും ഒക്കെ സമ്മാനങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തില് അബാക്കിന്റെ പ്രേക്ഷകർക്ക് ഏത് കഥയാണ് സമ്മാനമായി കൊടുക്കുക? ഗുരുവായൂർ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള കഥകൾ ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ അവർ കഥയായിട്ട് പറയാറുണ്ട്. അതിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു കഥയാണ്. അത് തൽക്കാലത്തേക്ക് ഈ ഓണ സമയത്ത് അത് അനുസ്മരിക്കാം എന്ന് വിചാരിക്കുന്നു. അത് ഗുരുവായൂരിന്റെ ഒരാളെ കുടുംബമായിട്ടുള്ള മല്ലിശ്ശേരി തിരുമേനിയായിട്ട് വളരെ ബന്ധമുള്ള ഒരു കഥയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇല്ലത്ത് ഒരു കാലത്ത് സന്തതി പരമ്പരകളുടെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതാണ്. കുട്ടി ഉണ്ടായില്ല അദ്ദേഹത്തിന്. അപ്പോൾ വേലി കഴിഞ്ഞിട്ട് കുറെ നാളായി. അദ്ദേഹത്തിന്റെ വാർദ്ധക്യാവസ്ഥയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയമൊക്കെ ആയപ്പോൾ ഒരു അനന്തരാവകാശി വേണം എന്നുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു ഉണ്ണിയെ തരണം എന്നുള്ള ഭാവത്തിൽ. ഗുരുവായൂരപ്പൻ എല്ലായിടത്തും പ്രഭാഷണങ്ങളിലും പറയാനുള്ളതാണ്, ഗുരുവായൂരപ്പൻ സൽസന്താനദായകനാണ്. ഭഗവാന്റെ ഭാവം സത്യം പറഞ്ഞാൽ എത്രയും നന്നായിട്ട് ഭജിക്കേണ്ടത് നമ്മുടെ ഈ ധർമ്മത്തെ ആളുകളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന ഉതകുന്ന ആ സ്വഭാവ വ്യത്യാസമില്ലാത്ത നല്ല കുട്ടികൾ ഉണ്ടാവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടായാൽ മതി എന്നാണ്. അപ്പൊ ഭഗവാൻ തന്നെ പല ഭാവത്തിൽ പല ആളുകൾക്കും ജനിച്ചു എന്നുള്ളൊരു കഥ പറയുമല്ലോ. ആ പൂജിക്കപ്പെട്ട വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത്. ആ വിഗ്രഹത്തെ പൂജിച്ചവർക്കൊക്കെ ഭഗവാൻ തന്നെ മകനായിട്ട് ജനിച്ചിട്ടുണ്ട്. സുതവസ്തും പ്രശ്നി ആയിക്കോട്ടെ, കശ്യപനും അതിഥി ആയിക്കോട്ടെ, ദേവകിയും വസുദേവരായിക്കോട്ടെ, അവരൊക്കെ
അവർക്കൊക്കെ ഭഗവാനെ കിട്ടിയത് ഇപ്പൊ ഗുരുവായൂരിരിക്കുന്ന ആ വിഗ്രഹത്തെ പൂജിച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്കും ആ വിഗ്രഹത്തെ പൂജിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭജിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കും നല്ല കുട്ടികളെ തന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ്. അപ്പോ വലിശ്ശേരിയുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അതിന് ഭഗവാനോട് അദ്ദേഹം ചെയ്യുന്ന ഉടമ്പടികളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്റെ തലമുറയിലുള്ള എല്ലാവർക്കും ഞാൻ കൃഷ്ണൻ എന്ന് പേരിടും എന്നൊക്കെ ചില ഉടമ്പടിയൊക്കെ പറയാറുണ്ട്. അങ്ങനെ നല്ലൊരു ഉണ്ണിയെ കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഓണക്കാലത്ത് എല്ലാ സമയത്തും ഗുരുവായൂരുള്ള ഭഗവാന്റെ ദാസന്മാരായിട്ടുള്ള കുട്ടികൾ, ഞാൻ അനാഥരം എന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് അദ്ദേഹം ഓണക്കോടി കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ അദ്ദേഹം ഓണക്കോടി വാങ്ങാനായിട്ട് പോയി കുട്ടികളുടെ കണക്കെടുത്തിരുന്നു, ഇത്ര കുട്ടികളുണ്ട് എന്നുള്ളത്. ആ കുട്ടികൾക്കുള്ള ഓണക്കോടി വാങ്ങി, അതിന്റെ കൂടെ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഉണ്ണി, ആ കുട്ടിക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു, നമ്മളങ്ങനെയാണല്ലോ അല്ലേ, നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ കുറച്ചൊന്ന്, അപ്പൊ ആ കുട്ടിക്ക് മാത്രം വളരെ ഭംഗിയുള്ള ഒരു കസവ് നേരിയത് പുതുതായിട്ട് വാങ്ങിയതാണ്. അതിനുശേഷം ഗുരുവായൂർ ചെന്ന് തിരുമേനി ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം ഓരോരുത്തർക്കും കുട്ടികൾക്ക് നടക്കിൽ വെച്ച് ഓണക്കോടി കൊടുത്തു. എല്ലാവരും സന്തോഷമായിട്ട് വാങ്ങി. തിരുമേനിയുടെ കയ്യിൽ ബാക്കി വന്ന ആ ഓണക്കോടി കൊണ്ട് തിരിച്ച് ഇല്ലത്തേക്ക് പോകുമായിരുന്നു അത്രേ. അപ്പൊ ഭഗവാന്റെ അവിടെ നിന്ന് ശ്രീകോവിലിന്റെ ഭാഗത്ത് നിന്ന് നാലമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു കുട്ടി ഓടിക്കതച്ച് വന്നിട്ട്, ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി, എനിക്കുള്ള ഓണക്കോടി എവിടെ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ കണക്കെടുത്തപ്പോഴൊന്നും ഈ കുട്ടിയുടെ കണക്ക് അതിലില്ല. അയ്യോ ഉണ്ണി, ഓണക്കോടിയൊക്കെ തീർന്നു പോയല്ലോ, ഇനി അടുത്ത ഓണം ആവട്ടെ, ആ സമയത്ത് ഉറപ്പായിട്ട് ഉണ്ണിക്ക് എന്റെ വക ഒരു ഓണക്കോടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്ര, ഞാൻ കേട്ടിട്ടുള്ളത് മല്ലിശ്ശേരി നമ്പൂതിരി വലിയ ധർമ്മിഷ്ഠനാണ് എന്നാണ്, നുണ പറയാത്ത ആളാണെന്നാണ്. കയ്യിലൊരു ഓണക്കോടി വെച്ചുകൊണ്ട് അതില്ല എന്ന് പറയുന്നതും, പ്രത്യേകിച്ച് ഈ നടയ്ക്ക് മുമ്പിൽ നിന്ന് പറയുന്നതും ശരിയായില്ല എന്നാ കുട്ടി പറഞ്ഞു എന്നാണ് തിരുമേനിയോട്. അപ്പൊ തിരുമേനി ആ സമയത്ത് ഈ കുട്ടിയെ കണ്ടിട്ടുള്ള എന്താളിപ്പിൽ എന്തോ, എങ്ങനെ ഈ കുട്ടിക്ക് അറിയാം എന്റെ കയ്യിൽ ഇതുണ്ട്, ഇനിയിപ്പോ കവർ എന്തെങ്കിലും കണ്ടിട്ടാണോ അറിയില്ല, വാട്ടവർ, അദ്ദേഹം ആലോചിച്ചില്ല എന്നാണ്. അപ്പൊ കയ്യിലുള്ള ഓണക്കോടി എനിക്ക് തരൂ, അതല്ലേ വേണ്ടതെന്ന് ചോദിച്ചു അത്രേ. അപ്പൊ വളരെയധികം വിഷമത്തോടു കൂടി സ്വന്തം കുട്ടിക്ക് കൊടുക്കാൻ എടുത്തു വെച്ചതാണ്. അതെടുത്ത് ആ കുട്ടിക്ക് കൊടുത്തപ്പോഴും വിഷമമൊന്നും ഉണ്ടായില്ല. കാരണം അതും ഭഗവാന് സമർപ്പിച്ചു എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം ഇല്ലത്ത് പോയിട്ട് കുട്ടി അവിടെ കാത്തിരിക്കുകയാണ് ഓണക്കോടി കൊണ്ട് വരും എന്നുള്ളത്. അപ്പൊ ഉണ്ണിയോട് വിളിച്ച് പറഞ്ഞു അത്രേ, എടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ അടുത്തൊരു ദിവസം ഓണക്കോടി കൊണ്ടുവരാം, ഉണ്ണിയുടെ പോലെ തന്നെ ഒരു ഉണ്ണിയെ കണ്ടപ്പോ ഞാനത് കൊടുത്തു എന്ന്. പിന്നെ കഥയിൽ പറയണതാണ്, പിറ്റേ ദിവസം നിർമ്മാല്യത്തിന് നട തുറന്ന സമയത്ത് ഭഗവാന്റെ കയ്യിൽ മല്ലിശ്ശേരി കൊടുത്ത ആ ഓണക്കോടി ഉണ്ടായിരുന്നു എന്നാണ് സങ്കല്പം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓണക്കോടി ഗുരുവായൂരപ്പന് കൊടുക്കുന്നത് മല്ലിശ്ശേരിയാണ്. അപ്പം മേശാന്തിയുടെ വകയും കൊടുക്കാറുണ്ട്. ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട് ആ രീതി. ഓണക്കോടി ഭഗവാൻ ചോദിച്ചു വാങ്ങി എന്നാണ്. നമ്മളിൽ നിന്ന് പലതും ഭഗവാൻ അങ്ങനെ ചോദിച്ചു വാങ്ങും. അത് ആ സമയത്ത് ഭഗവാൻ ചോദിക്കുമ്പോൾ കൊടുക്കുക എന്നുള്ളതാണ് നല്ലത്. അല്ലാതെ ഭഗവാനെ കൊണ്ട് അത് എടുപ്പിക്കാതിരിക്കുക. വെണ്ണ ചോദിക്കുമ്പോ വെണ്ണ കൊടുത്താൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ വെണ്ണ എങ്ങനെയാണ് ഭഗവാൻ എടുക്കുക എന്നുള്ളത് ഭഗവാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ തല്ലി പൊട്ടിക്കുക ചെയ്യുക. ചോദിക്കുമ്പോൾ പലതും കൊടുക്കുന്നതാണ് നല്ലത്. തിരുമേനി, ഈ മേൽശാന്തിയായി ആദ്യ തവണ ഭഗവാനെ പൂജിക്കാൻ അവിടെ ചെല്ലുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡേ, പുതിയതൊന്നും അല്ല, ഗുരുവായൂർ എത്ര അടുപ്പുണ്ടെന്ന് അറിയാമെങ്കിലും മേൽശാന്തിയായി ചെല്ലുന്നതിന് ഒരു പുതുമയുണ്ട്. അതെ. അത് ശരിക്കും ഇപ്പൊ നമ്മൾ 18 വയസ്സ് മുതൽ അവിടെ പൂജ ചെയ്യുന്നുണ്ട് വെച്ചാലും മേൽശാന്തി സ്ഥാനം കിട്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോൾ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. കാരണം എന്തൊക്കെ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ച് പൂജകളും ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ പുതിയതായിട്ടുള്ളുണ്ട്, ശിവേലി ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്ത്രി അദ്ദേഹം ഉണ്ടാവും, കൂടെ ഉണ്ടാവും. അപ്പോൾ രാവിലെ നട തുറന്ന് വാചാർത്ത് അല്ലെങ്കിൽ നിർമ്മാല്യ ദർശനം ആ സമയത്തൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ഒരു വെപ്രാളം പോലെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, എനിക്ക് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, ഈ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിക്കും, അങ്ങയുടെ കൂടെ നിൽക്കാൻ പറ്റും ഈ ആദ്യത്തെ ദിവസം തന്നെ, വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം ഗുരുവായൂരപ്പൻ്റെ കഴിയും, എന്തായാലും അവരൊക്കെ അനുഗ്രഹം മേടിച്ചിട്ടാണ് നമ്മുടെ അകത്തേക്ക് കയറിയത്. അപ്പം അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. അതിലൊരു സന്തോഷം എന്നതിലുപരി നമ്മൾ എല്ലാം വേണ്ട വിധത്തിൽ സാധിക്കണേ, ചെയ്യാൻ പറ്റണേ. കാരണം ഈ മേശാന്തി ആവുക എന്നുള്ള ഭാഗ്യം പോലെ തന്നെ ടെൻഷനുള്ളൊരു കാര്യമാണ്. ഈ 6 മാസം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ടെൻഷൻ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എൻജോയ് ചെയ്യായിരുന്നില്ല, എല്ലാം ഭംഗിയായിട്ട് നടക്കണേ എന്നുള്ള പ്രാർത്ഥനയും ചെറിയ ടെൻഷനും ആയിരുന്നു ആദ്യത്തെ ദിവസം. അങ്ങനെയാണ് ആദ്യത്തെ ദിവസം നീങ്ങിപ്പോയത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അങ്ങയുടെ മേൽശാന്തി ആയതിനു ശേഷം അന്ന് അഭിമുഖങ്ങളിലൊക്കെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകുമ്പോൾ പോലും എനിക്ക് എന്റേതായ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ഈ ഊഴമൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ഫ്രീ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങേ ബന്ധപ്പെട്ടു നമ്മൾ ഇരിക്കാമെന്ന് പറയും. പിന്നീട് ഞാൻ വാസൻജിയോട് ഇതുപോലെ കിരണേട്ടന്റെ ഇന്റർവ്യൂ എടുക്കണം,
അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് അല്ല, അത് വളരെ സന്തോഷം. അതിപ്പോ ഇവിടെ ആയതും വളരെ സന്തോഷം. വേദാരണ്യത്തിലായത് അതിനേക്കാൾ നക്ഷത്രവാനാണ് അവിടെ ഇരിക്കുമ്പോൾ പ്രത്യേക അനുഭൂതി. അടുത്ത തവണ തിരുവേനി കാണാൻ വരുന്നത് ഇവിടെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു നക്ഷത്രവനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, തീർച്ചയായിട്ടും എത്തിക്കാം. തിരുവേനിയുടെ ഒരു പാട്ടോട് കൂടി ഈ ഓണം എപ്പിസോഡ് നമുക്ക് സ്മരതിനു മാം സദയം യദുപതി, സ്മരതിനു മാം സദയം യദുപതി, സ്മരതിനു മാം സദയം യദുപതി, സ്മരതിനു മാം സദയം യദുപതി, സ്മരതിനു മാം സദയം. ബാല്യസഹായം കൃപണമധീരം, ബാല്യസഹായം കൃപണമധീരം, ബാല്യസഹായം കൃപണമധീരം, ബാല്യസഹായം കൃപണമധീരം, ബാല്യസഹായം കൃപണമധീരം, ഭൂരി വിവശഹൃദയം യദുപതി, ഭൂരി വിവശഹൃദയം യദുപതി, ഭൂരി വിവശഹൃദയം യദുപതി, സ്മരതിനു മാം സദയം യദുപതി, സ്മരതിനു മാം സദയം. പശ്യതി കിം മാം സരസിജനാഭോ, പശ്യതി കിം മാം സരസിജനാഭോ, പശ്യതി കിം മാം സരസിജനാഭോ, പശ്യതി കിം മാം സരസിജനാഭോ, ദാസ്യതി സഖിം ഉദയം യദുപതി, ദാസ്യതി സഖിം ഉദയം യദുപതി, ദാസ്യതി സഖിം ഉദയം യദുപതി, ദാസ്യതി സഖിം ഉദയം യദുപതി, സ്മരതിനു മാം സദയം യദുപതി, സ്മരതിനു മാം സദയം. എന്തായാലും സന്തോഷം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നല്ലൊരു ഓണക്കാലം. തീർച്ചയായിട്ടും മെബാക്ക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഗുരുവായൂരപ്പന്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.